വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് നിതിൻ കെരാജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലുള്ള ഹിഡൻ ഡീറ്റെയിൽസും അതിനകത്തുള്ള കോമഡി സീൻസിൻ്റെ പ്രത്യേകതയും അവരെവിടെ നിന്നാണ് എടുത്തത്, എന്താണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതിലൊരു കാര്യം കൂടി ഉണ്ട്, സിനിമ കണ്ടവർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്കിപ്പായി പോവുക, അല്ലെങ്കിൽ ഇഷ്ടം ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ഞാൻ ശരിക്കും എടുത്തേക്കുന്നത് ചില വേറെ വീഡിയോസിൽ നിന്നാണ്. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ വീഡിയോസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഇത് വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അതിന് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ലേൺസിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സണ്ണി എന്ന് പറയുന്ന ആൾ, അഥവാ നടൻ, ഈ സിനിമയിലുള്ള നടൻ വച്ചേക്കുന്നത് അന്ന് മറ്റേ ആ സാധനം ഇതൊക്കെ പുറത്ത് പോയപ്പം ഉപയോഗിച്ചൊരു ഹാറ്റ്. ആ ഹാറ്റിൻ്റെ പേരിൽ വിക്കി ഫോക്സ് അങ്ങനെയൊക്കെയാണ് എഴുതിയത്. പണ്ട് ഇതേപോലത്തെ ഫോക്സ് തന്നെ അതേപോലത്തെ സണ്ണീൻ്റെ അതേപോലത്തെ രൂപമുള്ള ആളുടെ കൂടെ ഒരു പെറ്റായിരുന്നു ആ ഫോക്സ്. അപ്പം അത് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആണെങ്കിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ചന്ദ്ര ശരിക്കും ഒരു ആനിമിയാണ്. നമ്മൾ കുറേ കാർട്ടൂൺസ് കാണാറില്ലേ, നറൂട്ടോ ലൈക്ക് അങ്ങനത്തെ കാർട്ടൂൺസിൽ അതിനോട്ട് ബന്ധപ്പെട്ട ഒരു വാമ്പയർ ഗേളാണ് ആനിമീൻ്റെ ഡ്രസ് കളക്ഷൻസും മുടിയിൽ ഹെയർ വരെ അവർ കണക്ട് ചെയ്ത് ചന്ദ്രയ്ക്ക് കൊടുത്തേക്കാണ്. ചന്ദ്ര ഇട്ടേക്കുന്ന ആ ജാക്കറ്റും ഡ്രസ്സും മൊത്തം ജപ്പാനിൽ നിന്ന് കൺവേർട്ട് ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വൺ, ഈ ഓരോ ഫസ്റ്റ് നമ്മൾ സിനിമ തുടങ്ങി മറ്റേ ചന്ദ്രയ്ക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ചന്ദ്ര കഴിഞ്ഞ് അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഒരു ആനിമി കാണിക്കുന്നുണ്ട്. ദാറ്റ് മൂത്തോണി സ്റ്റാർ അങ്ങനത്തെ ആൾക്കാരിനെ എല്ലാവരും ആനിമി കാണിക്കുമ്പം ഓരോ ആൾക്കാർ ഇറങ്ങി മീൻസ് അത് കുറച്ച് കുട്ടികളുണ്ട്, ഒരു ബോയ്, ചാത്തന്മാർ. ഞാൻ വിചാരിക്കുന്ന ചാത്തന്മാർ വന്നിറങ്ങുന്നത് ഒരു സ്പേസ് ഷിപ്പിൽ നിന്നാണ്. അതിന് സൂചന എന്ന് വെച്ചാൽ അവർ വേറെ ഒരു രാജ്യത്തിൽ നിന്ന് അവർ സ്പേസ് ഷിപ്പ് കയറി വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് സ്പേസ് ഷിപ്പ് കയറി നമ്മുടെ എർത്തിലോട്ട് വന്ന് നിന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഇത് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ്, ഇതിലുള്ള ഏറ്റവും വില്ലനായിട്ടുള്ള ആ പോലീസ് ശരിക്കും ഒരു ബിൽഡിങ്ങിനെ വീണ് മീൻസ് ബുള്ളറ്റ് അടിച്ചിട്ട് നമ്മുടെ സണ്ണീന് ബുള്ളറ്റ് അടിച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓടിയന് ജനലിലോട്ട് ചാടി ഇറങ്ങി. ഇതേ സീനിനെ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചന്ദ്ര ഇത് ജനാലേൻ്റെ അപ്പുറത്ത് നിന്ന് ഇറങ്ങിപ്പോവും. അതേ സീൻ തന്നെയാണ് നമ്മുടെ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ പോലീസ് അങ്കിളും ചെയ്യുന്നത്. അതിനുശേഷം ആ പോലീസ് അങ്കിൾ എത്ര ദൂരം വീണാറ്റും ആ അങ്കിളിൻ്റെ കൈ മാത്രമേ വേദനെടുക്കുന്നുള്ളൂ, ബാക്കി ഒരു സാധനം വീണു. നമ്മളൊക്കെ വീണ് കഴിഞ്ഞാൽ മീൻസ് മൂന്നാൾക്കാർ വീണ് കഴിഞ്ഞാൽ അവരെന്തായാലും എല്ലാ സാധനങ്ങളും എല്ലായിലും പോകും, അത് ഉറപ്പാണ്. പിന്നെ എങ്ങനെ ഇത്ര ശക്തി കിട്ടി? അതിനു മുമ്പേ ഈ നമ്മുടെ ചന്ദ്ര കടിച്ചില്ലേ, ചോര കുറച്ച് വന്ന്, ദാറ്റ് മീൻസ് ദ ചന്ദ്രാസ് പവർ ഗെറ്റ് ഓൾസോ ദ പോലീസ് അങ്കിൾ. ആ പോലീസ് അങ്കിളിന് ചന്ദ്രൻ്റെ പോലത്തെ പവർ കിട്ടി, പക്ഷെ അത് നല്ല ഫ്രീ ആയിരുന്നു. അത് തന്നെ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത്. കുറച്ചൊക്കെ തെറ്റുണ്ടായിരിക്കും, അത് നിങ്ങൾ വേറെ വീഡിയോസ് കണ്ട് ചെയ്യുക. അപ്പം അടുത്തതിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണി ഈ ബാറിൽ ഇരുന്ന് ഇത് കഴിക്കുമ്പം ജ്യൂസ് കുടിക്കുമ്പം
സണ്ണീൻ്റെ അതേ പണ്ടത്തെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് ഹായ് ഒക്കെ പറയും. ഇതേ അപ്പം സണ്ണി മറ്റേ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ നല്ല ചിരിച്ച്. പിന്നെ കുറച്ചുകൂടെ സിനിമ കണ്ടു പോയപ്പോഴാണ് നമ്മുടെ പ്രേമലും ഇല്ലേ റീനു ഹായ് എന്ന് പറഞ്ഞപ്പം ഇതേ സീനിനെ കാണിച്ചത്. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് സണ്ണി ബുള്ളറ്റ് കൊണ്ടാണ് ഇവിടെ ബുള്ളറ്റ് കൊണ്ടാണ് ഇത് പോയത്. അപ്പം ഇതേ സ്റ്റോറി തന്നെ നേരത്തെ ഈ സിനിമ കാണുന്നതിന് മുമ്പേ ചന്ദ്രയും സണ്ണിയും പോലെ ഫ്രണ്ട്സ് ആയിരുന്നു. ആ സീനിൽ ഇതേപോലെ തന്നെ ബുള്ളറ്റ് ആ രാജാവിന് കൊണ്ടിട്ടാണ് ആ രാജാവ് മരിച്ചത്. അതേ സീനിനെ ഇവിടെ എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിച്ചു ഞാൻ. പിന്നെ ഇവർക്ക് ഈ ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം ഇവരൊരു ഒരു ഹോസ്പിറ്റലിൽ പോകണം, മീൻസ് മെഡിക്കൽ കോളേജ്. അത് വൃത്തിയില്ലാത്ത മെഡിക്കൽ കോളേജ് പോകുമ്പം സണ്ണി ഷർട്ടൊന്ന് മാറ്റുമ്പം ബ്ലഡ് ഇങ്ങനെ ഒഴിച്ച് വരുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം കെടാൻ തുടങ്ങി. അപ്പം അതിൽ ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് ഈ ഫ്രഷ് കൺവേർട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പം എന്തുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഫ്രഷ് കൺവേർട്ടാണെന്നും പറഞ്ഞ് ചന്ദ്ര പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ചന്ദ്രയ്ക്ക് സണ്ണീനെ കടിച്ചു കഴിഞ്ഞാൽ ഇത് വരില്ല, പിന്നെ ഇങ്ങനെ ഫ്രഷ് കൺവേർട്ടാണെന്ന് പറയണത്? അതാണ് ഇത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചന്ദ്ര ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ അത് ഞാൻ പറഞ്ഞായിരുന്നു, സോറി. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഓരോ സീനിൽ വെള്ളം തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വെള്ളം തറയിൽ കിടക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ജപ്പാനിലോ ട്രാക്കിയോ എന്തോ ചെയ്യുന്നു മൊത്തം വെള്ളമാണ് അവിടെ. മഴ പെയ്താണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം ആ വെള്ളത്തിന് റിഫ്ലക്ഷൻ അടിച്ച് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് അവിടെ മൊത്തം ഭംഗിയാക്കാനായിരുന്നു ഡയറക്ടർ വിചാരിച്ചത്. നെക്സ്റ്റ് വൺ, നമ്മുടെ ചന്ദ്ര പണ്ട് അച്ഛനും അമ്മയ്ക്കും ഉള്ളപ്പം കുഞ്ഞു ചന്ദ്രയായപ്പം ചന്ദ്ര ഒരു പൂ മണക്കുന്നൊരു സീനുണ്ടായിരുന്നു. ആ സീന് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മരത്തിൽ അതേപോലെ ഒരു പൂ മുളച്ച് നിൽക്കണം. ദാറ്റ് മീൻസ് ദ പ്ലേസ് ഈസ് സെയിം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പണ്ട് ചന്ദ്രൻ നിന്ന അതേ പ്ലേസിൽ തന്നെയാണ് ഇപ്പോഴും ചന്ദ്രൻ നിൽക്കണത്. ബിക്കോസ് അതിൽ അമ്പലമില്ല, ആ നീലിൻ്റെ അമ്പലം ഇപ്പോഴും അവിടെ കത്തി കുറച്ച് മരം പോയാലോ. അപ്പോൾ അതേപോലെ ഇരിക്കുമ്പം ചന്ദ്രയ്ക്ക് ബുദ്ധിമുട്ടായി. അത് കണ്ടപ്പോൾ എന്തോ പോലെ. അപ്പോൾ എനിക്ക് വിചാരിച്ചു ദ സെയിം പ്ലേസ്, ദാറ്റ് ഈസ് എ സെയിം പ്ലേസ് വെയർ നീലി ലിവ്ഡ്. സോ ഇതൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കട്ടെ. അപ്പം ബാക്കിയുള്ളത് നിങ്ങൾ ടി വിയിൽ ഒന്ന് ഇത് കണ്ടേന് വാ, എന്നിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കും. അപ്പോൾ ഗായ്സ്, ഇനി എനിക്ക് കിട്ടിയോട് 2 എണ്ണം കൂടി. അത് 2 എണ്ണം മാത്രമല്ല, കുറച്ചുകൂടെ കിട്ടും. അടുത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചന്ദ്രയും മറ്റേ ഒരു അങ്കിളും ഉള്ള ആ ഫൈറ്റ് ടൈമിൽ ഷീ ഈസ് കമ്മിങ്, അത് സീനാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് ഒരു ബുള്ളിൻ്റെ ഒരു പടം കിട്ടി. ബുൾ എന്ന് വെച്ചാൽ ചാത്തൻ, അതും ഭയങ്കര ശക്തിയായിട്ടുള്ള ചാത്തൻ, അതുമാത്രമല്ല അതിനെക്കാട്ടിൽ വയലൻ്റ് ആയിട്ടുള്ള ചാത്തൻ. ഈ ചാപ്റ്റർ 2 ചാത്തനിൽ ഇഷ്ടംപോലെ ചാത്തന്മാരുണ്ട്. അതിനർത്ഥം നമ്മുടെ ഈ ഹിന്ദു മിത്തം അനുസരിച്ച് പണ്ട് ഒരു ചാത്തന് 2 ചാത്തന്മാരനെ വെട്ടി 194 ഓർ അതിലുള്ള അത്രയും കഷ്ണങ്ങളാക്കി മുറിച്ച് തീയിലിട്ടപ്പോഴാണ് അത്രയും പേര് വന്നത്. കുറച്ച് ആൾക്കാർ മരിച്ചു, കുറച്ച് ആൾക്കാർക്ക് ഇത് വന്നു, കുറച്ച് ആൾക്കാർ പെണ്ണായി, കുറച്ച് ആൾക്കാർ ആണായി, അങ്ങനെ വന്നു. അതുകൊണ്ടാണ് പറയണത് ചാത്തന്മാർ എന്ന് പറയണത്. ഇഷ്ടംപോലെ ചാത്തന്മാരുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരാളെ വയലൻ്റ് പെട്ട ആളാണ് ഈ ബുൾ. അതങ്ങനെ ഉണ്ടെന്ന് കാണിക്കാനാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കൂടെ ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഫൈറ്റ് നടക്കുന്ന ഇടയിൽ മേളായിട്ട്
പാർട്ട് 2 ചാത്തനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചത് ഇതിൽ തമ്മിൽ ബന്ധം ഉണ്ട്. അതാണ് എനിക്ക് കിട്ടിയ സൂചന. ഓക്കെ, അടുത്തത് ഞാൻ നോക്കട്ടെ എന്തായിരുന്നു അടുത്തത്. ഓക്കെ, അടുത്തത് കിട്ടിക്കൊണ്ട് നമ്മുടെ ഈ പോലീസും വേറെ മറ്റേ ഫൈറ്റിന് അതാണെന്നുള്ള ആ ആങ്കിളും ഒരാളെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോൾ ചെയ്ത ആരാന്ന് മാത്രം ആ സിനിമയിൽ പറയുന്നില്ല. അതെനിക്കെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ഈ അങ്കിളുടെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ആവാനാണ് എനിക്ക് സാധ്യത കൂടുതൽ. അടുത്തത് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് വൺ, നമ്മുടെ സണ്ണീനെ കാർ ഇടിക്കാൻ പോയപ്പം അവിടെ കാർ ഓടിച്ചൊരു നടനാണെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഇതാണ് ഇത്. ഓക്കെ, ഇപ്രാവശ്യത്തെ സാധനം. അടുത്ത് നോക്കട്ടെ ഗൈസ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ചന്ദ്ര ഇട്ടിരിക്കുന്ന വേഷം മീൻസ് ആ ഒറ്റ ഡ്രസ്സ്. ശരിക്കും യക്ഷികൾ വെള്ള സാരിയാണ് ഉടുക്കാറുള്ളത്. പക്ഷേ ചന്ദ്ര അതിന് പകരം വെള്ള ഒറ്റ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതാണ് അടുത്ത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സിനിമയിൽ ചന്ദ്ര ആ വീട്ടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരു പാട്ടുണ്ട്, ആ കിളിയെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിയെ മനമേക പാട്ടിൽ അതിൻ്റെ ഒരു വരിയായിട്ട് ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി അങ്ങനത്തെ ഒരു സീനുണ്ട്. ആ പാട്ട് ഉയരങ്ങളിലൂടെ ഫ്ലൈ ചെയ്ത് പല നാടുകൾ തേടി ഓരോ നാടുകളിൽ തേടി പോകുന്നതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഡയറക്ടർ ഈ പാട്ട് വച്ചത്. നെക്സ്റ്റ് വൺ, ഈ നമ്മുടെ ജാങ്കോ ഇല്ലേ പൂച്ച, ആ പൂച്ചയ്ക്ക് കണ്ണ് കണ്ടുകൂടെന്നാണ് പറഞ്ഞത്. പക്ഷേ ചന്ദ്രനെ എങ്ങനെ കണ്ടു? ചന്ദ്ര എങ്ങനെയാണ് യക്ഷിയെന്ന് മനസ്സിലായത്? പൂച്ച കറക്റ്റ് സമയം എന്നെ മ്യാവെന്ന് വിളിച്ചത് എന്തിനാണ്? എനിക്ക് തോന്നുന്നു പൂച്ചയ്ക്ക് വേറെ ഇതാണല്ലോ, പൂച്ചയ്ക്ക് മണത്തും സംസാരിക്കാം. പക്ഷേ ഇതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. ആർക്കും അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കട്ടെ ഗൈസ്. നെക്സ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ബെഡിൽ കിടന്നൊരാളില്ലേ, അതാണ് നമ്മുടെ ആവേശത്തിലുള്ള പാട്ട് പാടിയ ഒരാൾ. അതാണ് എനിക്ക് കിട്ടിയ സൂചന. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ. ബൈ. സോ ഗൈസ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ എല്ലാവരും അമർത്തി പൊട്ടിക്കുക ഗൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ട്. ആൻഡ് പുതിയ വീഡിയോസ് നിങ്ങൾ കാത്തിരിക്കുക കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞാൽ ബൈ. ഇത്രയും എനിക്ക് കിട്ടിയുള്ളൂ. ബൈ.